Hello, good morning. Good morning. Good morning, Good ma'am. morning. Yes. Good morning, ma'am. Good morning. Good morning. Okay. So let's start. Okay. So in the last class, that means yesterday, we have entered into the phases of disaster. അല്ലേ? നമ്മളുടെ ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ പ്രീ ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ അല്ലെ? ഈ ഫേസസ് ആണ്. അപ്പൊ 3 തലങ്ങളാണ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളത്. ഡിസാസ്റ്ററിന് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ we have to get ready or to be prepared for facing the after effects of disaster. And also നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ ഏത് പ്രദേശത്തെയും എപ്പോൾ വേണമെങ്കിലും എന്താ പറയാ അത് ബാധിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമ്മളെന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ്. ബിക്കോസ് ഹോസ്പിറ്റൽസ് ഹാവ് ടു പ്ലേ എ കീ റോൾ in treating, evacuating and also providing quality health care to the victims. അതായത് ഈ പറയുന്ന ദുരന്തങ്ങളിൽ വരുന്ന ആളുകളെ, ദുരന്ത ഇരകളെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്ത് അവരുടെ ലൈഫ് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവര് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു തയ്യാറെടുപ്പുകളാണ്. തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ അവര് they have to be prepared in all sense. എല്ലാ രീതിയിലും അവർ പ്രിപ്പയർഡ് ആയിരിക്കണം. സ്റ്റാഫുകൾക്ക് പ്രത്യേകം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ? അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയാ ചില മോക്ക് ഡ്രിൽസ് പോലെയുള്ള കാര്യങ്ങൾ. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യാസ പ്രകടനമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ വലിയ അഭ്യാസ പ്രകടനങ്ങളല്ല. ഹൗ ടു എസ്കേപ്പ് ഇൻ ദാറ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ്. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് എസ്കേപ്പ് ആകാം, മോചിതരാകാം, മറ്റുള്ളവരെ മോചിപ്പിക്കാം, അതായത് അവരുടെ ലൈഫിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്ക് നേരത്തെ കൂട്ടിയൊരു പ്ലാനിങ്. അല്ലാതെ ഇപ്പൊ റെഗുലർ ആയിട്ട് റുട്ടീൻ ആയിട്ട് ഓരോ ഹോസ്പിറ്റലില് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ദാറ്റ് മീൻസ് സാധാരണഗതിയിലാണെങ്കിൽ, അതായത് മറ്റ് ഒന്നും തന്നെ എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ സാധാഗതിയിൽ ഒരു കോമൺ റുട്ടീൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പേഷ്യൻസ് സാധാഗതിയിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ കാണിക്കാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഫിസിഷ്യൻസിനെ കാണാൻ വരുന്നു, ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങിക്കുന്നതും ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ കൊണ്ടുപോകുന്നതും കാഷ്വാലിറ്റി വിഭാഗം പ്രവർത്തിക്കുന്നതൊക്കെ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് ഡെയിലി എല്ലാ ഹോസ്പിറ്റൽസിലും വന്ന് ഉപയോഗിച്ചിരിക്കും. പക്ഷേ ഇതിനേക്കാൾ അപ്പുറമാണ് when there will be some influx of patients due to disaster. ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്ററില് അന്നേരം വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയല്ല, അതൊരു ഇൻഫ്ലക്സ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഒഴുക്കായിരിക്കും. അപ്പൊ ഹൗ ക്യാൻ വി കൺട്രോൾ ആ ഒരു പേഷ്യൻസിന്റെ വരവ് എങ്ങനെ നമുക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അതാണ് പ്രിപ്പയർഡ് ആകുക എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദ ഹോസ്പിറ്റൽ ഹാവ് ടു ബി പ്രിപ്പയർഡ് ബൈ എന്താ പറയാ with the staff, with sufficient resources, with sufficient equipments, materials, whatever it is needed. എന്തൊക്കെ സാധനങ്ങളും സൗകര്യങ്ങളും റിസോഴ്സസും മാൻ പവറും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ സ്റ്റാഫിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസും എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് നടക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക്, അപ്പൊ നമ്മൾ ട്രെയിനിങ് എന്നത് പറഞ്ഞു അല്ലെ? എന്താണ് സ്റ്റാഫിന് കൊടുക്കേണ്ട ട്രെയിനിങ്ങിനെ കുറിച്ച്. അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് നടത്തേണ്ടതാണ് മോക്ക് ഡ്രിൽസ്. സോ ദാറ്റ് മീൻസ് അത് നമുക്ക് ഇവിടെ പഠിക്കാൻ എവിടെയെങ്കിലും ഉണ്ടാകുമായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ഇതാണ്, വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ആണ്, എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ മോക്ക് ഡ്രിൽസ് പോലെ ഇവര് ഹോസ്പിറ്റൽസിൽ അതൊന്ന് പ്രിട്ടൻഡ് ചെയ്യണം. പ്രിട്ടൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആക്ച്വലി ദർ ഈസ് നോ സച്ച് സിറ്റുവേഷൻ. അത്തരമൊരു സാഹചര്യം ഇല്ല എങ്കിലും നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നമ്മൾ അതിനെ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും. അത് അവർ ചെയ്യണം എന്ന് ഒരു പ്രാവശ്യമെങ്കിലും. അപ്പൊ അത് അവർക്കൊരു എന്താ പറയാ, അത് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ വാഗോണ്ട് പറയുന്നതിനേക്കാൾ ആ കാര്യം ഒന്ന് ചെയ്തു കാണിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആണ്. അത്രയും ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഇഫക്റ്റീവ് മാനറിൽ ദേ ഹാവ് ടു പെർഫോം.
അത് ആ ഒരു സാഹചര്യം ഉണ്ടായാൽ ഹൗ വി വിൽ ആക്ട് എന്നുള്ളത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് വൺസ് ഇൻ ഇയർ എല്ലാ ഹോസ്പിറ്റൽസ് ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് പഠിക്കാനുണ്ടാകുമായിരിക്കും. അപ്പൊ അത്രയും നമുക്ക് അതിനെ കുറിച്ച് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മള് അങ്ങനെ മറിയുന്ന കാര്യമില്ല. ചിലപ്പോ ആ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ ഹൗ ടു ആക്ട് ചിലപ്പോ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇത്തരം മോക്ക് ഡ്രിൽസ് ഷുഡ് ബി കണ്ടക്ടഡ് ഇൻ ദ ഹോസ്പിറ്റൽസ് ഫോർ ആസ് എ പ്രീ പ്ലാൻ ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന്റെ പ്ലാനുകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് മോക്ക് ഡ്രിൽസ് പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നൗ നെക്സ്റ്റ് ഹെഡിങ് ആണ് ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ബി ഇൻക്ലൂഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രിപ്പയർഡ്നെസ്സിന്, ഈ ഒരുക്കത്തിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ട്രെയിനിങ്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഒന്ന്, ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡെബ്രിസ്. അതായത് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രീതി മാത്രമല്ല, ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? which are the two classifications of disaster, internal and external disaster അല്ലെ? അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ വിതിൻ ദ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽസിനകത്ത് തന്നെ പല രീതിയിലുള്ള ഡിസാസ്റ്റർ ഉണ്ടാകാം. നമ്മൾ ഇന്നലെ എക്സാമ്പിൾ കണ്ടതാ, ബോംബ് ത്രെട്ട്, അതുപോലെ തന്നെ എന്താ പറയാ ഫയർ എക്സ്പ്ലോഷൻ, അതൊക്കെ അകത്തുണ്ടാകും. ഗ്യാസ് ലീക്കേജ്, ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിനകത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഡിസാസ്റ്റേഴ്സ് ആണ്. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിപ്പയർഡ്നെസ് ആണ് എടുക്കുന്നത്? അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് കോമൺ ആയിട്ട് എടുത്തിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് ആയിട്ട് നമ്മളുടെ സ്വന്തം ഇപ്പൊ അകത്ത്, ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിരിക്കും. ഏത്? നമ്മളുടെ ഓർഗനൈസേഷൻ അകത്ത് തന്നെ ഇന്റേണൽ ഡിസാസ്റ്റർ ഒക്കെ ഒക്കുകയാണെങ്കിൽ പേഴ്സണൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ സുരക്ഷിതരാക്കുക അല്ലെ, നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് മുകളിൽ നിന്നൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഇടിഞ്ഞു വീഴുക, ഫോളിംഗ് ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് എന്തെങ്കിലും വലിയ ഭാരപ്പെട്ട സാധനമൊക്കെ ഇടിഞ്ഞു വീഴുക, അതുകൊണ്ടുണ്ടാകാവുന്ന വലിയ ഡാമേജ്, എന്താ പറയാ ഇഞ്ചുറീസ്, വൂണ്ട്, അതൊക്കെ ചിലപ്പോ വലിയ എന്താ പറയാ ചിലപ്പോ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. അപ്പൊ നമ്മളൊരു ഇതുപോലുള്ള എർത്ത് വേക്ക് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോ കെട്ടിടങ്ങൾക്കൊക്കെ എന്താ പറയാ ഷേക്കിംഗ് സംഭവിക്കും. സോ ദാറ്റ് അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇടിഞ്ഞും പൊളിഞ്ഞും വീഴും, അപ്പൊ നമ്മുടെ മേലിലേക്ക് വീഴും. അപ്പൊ അങ്ങനെ വീഴുമ്പോൾ ആ വീണ് കഴിഞ്ഞപ്പോൾ അതിനെ അടിയിൽപ്പെടുക എന്നുള്ളതിനേക്കാൾ അങ്ങനെയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കണ്ടേ, അപ്പൊ അതിനൊക്കെയുള്ള ഒരു ചെറിയ ട്രെയിനിങ് അത് ഇഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാം. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വൂണ്ടഡ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഡിസാസ്റ്ററിൽ പെട്ട ആളുകളൊക്കെ വൂണ്ടഡ് ആയിട്ട് ഒരുപാട് മുറിവോ അല്ലെങ്കിൽ വലിയ ഇതൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ അവരെ റെസ്ക്യൂ ചെയ്യുക. അതിനകത്ത് മുറിവേറ്റവരെ എളുപ്പം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതാണ് സെക്കൻഡ്, രണ്ടാമത്തെ ട്രെയിനിങ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുക. പെട്ടെന്ന് അത് എങ്ങനെയാണ് അതിനെ ആക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ട് ഹൗ ക്യാൻ ബി ഡു ദാറ്റ്, എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് പ്രത്യേക ട്രെയിനിങ്. ട്രയഞ്ച് ഓഫ് ദ വൂണ്ടഡ്. ഇനി മുറിവേറ്റവരാണെങ്കിൽ പോലും ആ മുറിവേറ്റവരെ തരംതിരിക്കുക. കൂടുതൽ ആഴത്തിലുള്ള മുറിവ്, ഒരുപാട് ബ്ലീഡിങ്സ് ഒക്കെ ഉള്ളവരെയാണെങ്കിൽ നമുക്കറിയാം ബ്ലഡ് ഒരുപാട് ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു മേ ബി അത് മരണത്തിലേക്ക് പോലെ പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് തരംതിരിക്കുക. ചെറിയ മുറിവുകളും വലിയ പ്രശ്നമില്ലാത്ത കുഴപ്പമില്ലാത്തൊക്കെ ആണെങ്കിൽ പിന്നീടാക്കാം. അതിനേക്കാൾ മുമ്പ് ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? വിച്ച് പേഷ്യന്റ് ഹാവ് ടു ബി എന്താ പറയാ ഇവാക്യുവേറ്റഡ് ഓർ ട്രാൻസ്പോർട്ടഡ് ടു ദ ഹോസ്പിറ്റൽ. ഏത് വൂണ്ടഡ് ആയിട്ടുള്ള എങ്ങനെയുള്ള വൂണ്ട്സ് ഉള്ളവരെയാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കേണ്ടത്? അങ്ങനെ ട്രയേജ് നടത്തുക, സോർട്ട് ഔട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ട്രയേജ് ഓഫ് ദ വൂണ്ടഡ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. റെസിസ്റ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജേർഡ് വിക്ടിംസ്. അതായത് വളരെയധികം മുറിവോ മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കുന്ന ആളുകൾക്ക് ആവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡ്. ഇപ്പൊ എത്രയും പെട്ടെന്ന് ലൈഫ് സേവ് ചെയ്യണമെന്ന് ഉള്ള ആളുകളെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതേസമയം അതല്ലാതെയും മുറിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യണം? എന്തെങ്കിലും ശുശ്രൂഷ കൊടുക്കണം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് അവരെ അതിൽ നിന്ന് പുനർജീവിപ്പിക്കുക. റെസിസിറ്റേഷൻ മീൻസ് പുനർജീവിപ്പിക്കുക എന്നാണ്, പുനരുജ്ജീവനം. അതാണ് റെസിസിറ്റേഷന്റെ അർത്ഥം. CPR അല്ലേ, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ, അതാണ് ഇതിന്റെ ഫുൾ ഫോം. അവിടെയും അതായത് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോ എന്താ പറയാ കുഴഞ്ഞു വീണ് കിടക്കുന്നവരെയൊക്കെയാണ് നമ്മൾ ഒരു കൊടുക്കുന്ന ഒരു എന്താ പറയാ പ്രൊസീജിയർ ആണ് CPR എന്ന് പറയുന്നത്. അപ്പൊ റെസിസിറ്റേഷൻ ആണ്, പുനർജീവിപ്പിക്കാനുള്ള ആ ഒരു നമ്മളുടെ ആ ഒരു പ്രോസസ്സാണ് CPR എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുക, പുനർജീവിപ്പിക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ, അതിന് വേണ്ടിയുള്ള ട്രെയിനിങ്. അപ്പൊ ഈ
പ്രിപ്പയർഡ്നെസ്സിനകത്ത് ഇത് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തയ്യാറെടുപ്പുകളുണ്ട്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിങ് ഡെബ്രീസ്, മുകളിൽ നിന്ന് വീഴുന്ന വസ്തുക്കളിൽ നിന്ന് സ്വന്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വൂണ്ടഡ്, മുറിവേറ്റവരെ വളരെ പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യിപ്പിക്കുക. ട്രയേജ് ഓഫ് ദ വൂണ്ടഡ്, വൂണ്ടഡ് ആയവരെ തന്നെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുക. റെസിസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ്, അതായത് പ്രാഥമികമായിട്ടുള്ള ഒരു ശുശ്രൂഷ, അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഇതിൽപ്പെട്ട ആളുകൾക്ക് ഇൻജേർഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത്തരം വിക്ടിംസിന് പെട്ടെന്ന് പുനർജീവിപ്പിക്കാനും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും ശ്രദ്ധിക്കണം. അതിനുള്ള ട്രെയിനിങ്. നെക്സ്റ്റ് വൺ, പ്രീ പൊസിഷനിങ് ഓഫ് റിലീഫ് സപ്ലൈസ്. ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ, ഇനിയുള്ള ട്രെയിനിങ് എന്തിനും കൂടി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊടുക്കാനുള്ള ട്രെയിനിങ്. ദാറ്റ് മീൻസ് ചില ആളുകൾക്ക് എന്താ പറയാ, അവർക്ക് അത്യാവശ്യം വേണ്ട ചില സപ്ലൈസ്, ചില സാധനങ്ങൾ, ചിലപ്പോൾ സർജിക്കൽ എക്യുപ്മെന്റുകളാകാം, സർജറിക്ക് വേണ്ടിയിട്ട് വരുന്ന ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട് അത്, പിന്നെ അത്യാവശ്യം വേണ്ട മെഡിസിൻസ്, പിന്നെ അവർക്ക് എന്താ പറയാ എന്താ പറയാ അവർക്ക് ഒന്ന് റിലീഫ് ആകാൻ വേണ്ടി ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ ബെഡ് കവറോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബെഡ് കവർ അല്ല ബെഡ്ഷീറ്റുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് മൂടാനും ഒക്കെ വേണ്ടിയിട്ട്. കാരണം അത്രയും നിസ്സഹായാവസ്ഥയിലായിരിക്കും, ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും ഈ പറയുന്ന ആളുകളെ എന്താ പറയാ ജീവൻ രക്ഷിക്കാന്നുള്ള മാത്രം ഉദ്ദേശത്തോടു കൂടി. അല്ലാണ്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ അഡ്മിറ്റഡ് ആകുമെന്ന് അറിയാമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളുമായിട്ട് പോകുമല്ലോ. പക്ഷെ ഇൻ ദിസ് കേസ് ഇവിടെ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ആൻ എമർജൻസി കേസ്. ഇതൊരു എമർജൻസി, ആക്സിഡന്റ് ഈ ഉണ്ടായ സ്ഥലത്തു നിന്നാണ് ഇത്തരം പേഷ്യൻസിനെ കൊണ്ടുവന്നേക്കണേ. സോ ദേ വിൽ നോട്ട് ഹാവ് ടു ടേക്ക് സംതിങ്. അവർക്ക് ആ സമയം അത് എന്തൊക്കെയാണെന്നൊക്കെ വീടുകളോ കയറിയോ അല്ലെങ്കിൽ അതൊന്നും എടുക്കാൻ സമയത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ അത്യാവശ്യം എസെൻഷ്യൽ ആയിട്ടുള്ള ഒഴിച്ചുകൂടാനാവാത്ത സപ്ലൈസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസ് അതിനും കൂടി വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനുള്ള ട്രെയിനിങ്ങും അവര് നേടിയെടുത്തിരിക്കണം. Then establishment of temporary water supplies. ടെമ്പററി ആയിട്ട് ഹോസ്പിറ്റൽസിൽ ഓൾറെഡി ഒരു വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും. എല്ലാ എന്താ പറയാ വാഷ്റൂമിലേക്കും അവരവരുടെ റൂമിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വാർഡ്സിലേക്കും ഒക്കെ വാട്ടർ സപ്ലൈ റെഗുലർലി അതുള്ളതുണ്ട്. പക്ഷെ ഇൻ ദിസ് കേസ് ഇവിടെ കുറച്ച് ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ് വരുമ്പോ പുറത്തുനിന്ന് കുറച്ച് അധികം പേഷ്യൻസിന് ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ അവർക്ക് അത്തരം ആളുകൾക്ക് മാത്രം, അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് വാട്ടർ സപ്ലൈസ് വേറെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും, എന്താ പറയുക എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. Then allocation of responsibilities for different relief activities. വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ ഈ റിലീഫ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ, അതിന് ഇങ്ങനെ ആൾക്കാർക്ക് അവരവരുടെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന ആൾക്കാര് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം, നിങ്ങൾ മറ്റു കാര്യം ചെയ്യണം, അങ്ങനെ ഓരോരുത്തർക്കും ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരടങ്ങുന്ന ഒരു ആളുകൾക്ക് ഇന്ന ഡ്യൂട്ടീസ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ അതെല്ലാം സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. അതല്ല തോന്നിയ പോലെ തോന്നിയ ആളുകൾക്ക് പലതും ചെയ്തു കൊടുക്കുന്നു എന്നൊന്നും എത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി അതിനുള്ള പ്ലാനിങ് ഒക്കെ വേണം. നേരത്തെ കൂട്ടി അതിന് വേണ്ടിയിട്ട് ഒരുക്കി വെക്കണം, ട്രെയിനിങ് കൊടുക്കണം. എന്തിന് ആളുകൾക്ക് അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ട്രെയിനിങ്ങിനകത്ത് അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? പോയിന്റുകളെല്ലാം മനസ്സിലായോ? ആ പോയിന്റ്സ് 7 ഉണ്ട്, അത് 7 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ, അത് കുറച്ച് എന്താ പറയാ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന കാര്യമാണ്. നമുക്ക് സ്ട്രൈക്ക് ചെയ്ത വാക്കുകൾ അതാണ് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്ഷൻ, സ്വന്തമായിട്ടുള്ള നമ്മളെ തന്നെ നമ്മൾ സംരക്ഷിക്കുക. എന്നിട്ട് ബാക്കി കാര്യം പ്രോംപ്റ്റ് റെസ്ക്യൂ, പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തുക. ട്രയേജ് കൊടുക്കുക വൂണ്ടഡ്സിന്. ആ ട്രയേജ് കൊടുത്തതിന് ശേഷം പിന്നീടുള്ളവരെ റെസിസിറ്റേഷൻ പുനരുജ്ജീവനം, പിന്നെ ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുക. റിലീഫ് സപ്ലൈസ് സച്ച് ആസ് അവർക്ക് വേണ്ട ആശ്വാസമായിട്ട് കൊടുക്കേണ്ട ചില വസ്തുക്കളൊക്കെ ഉണ്ട്. സർജിക്കൽ എക്യുപ്മെന്റ് ആകാം, ചിലപ്പോൾ വല്ല ചെറിയൊരു ടവലോ ബാത്ത് ടവലോ അല്ലെങ്കിൽ എന്താ പറയുക ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസോ ഇതൊക്കെ കൊടുക്കേണ്ടി വരും. റെഗുലർ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നവരായിരിക്കാം ചിലപ്പോ ഈ പറയുന്ന ഡിസാസ്റ്ററിൽ കൊണ്ടുവന്നേക്കണേ. അപ്പൊ റെഗുലർ ആയിട്ട് അവർ കഴിക്കുന്ന മെഡിസിൻസ് ചിലപ്പോൾ അവരുടെ കയ്യിലൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ചിലപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തതായിരിക്കും. ചില ആളുകൾക്ക് ഉണ്ടല്ലോ ഷുഗർ, പ്രഷർ അല്ലെ, കൊളസ്ട്രോൾ അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ. പിന്നെ റെഗുലർ ആയിട്ട് ചില അസുഖങ്ങൾക്ക് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുണ്ട്, വിച്ച് കനോട്ട് ബി അവോയ്ഡഡ്. അതൊരു ദിവസം പോലും മാറ്റിവെക്കാൻ പറ്റാതെ ഉപയോഗിക്കേണ്ട മരുന്നുകളുണ്ട്. അതൊന്നും ചിലപ്പോൾ ഇവര് എടുത്തുകൊണ്ട് പോകണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ എസെൻഷ്യൽ മെഡിസിൻസ് എന്തൊക്കെയാണ് അത് കൊടുക്കണം. പിന്നെ വാട്ടർ സപ്ലൈ ടെമ്പററി ആയിട്ട് താൽക്കാലികം. അത് കഴിഞ്ഞ ശേഷം ഈ ഇതെല്ലാം കഴിഞ്ഞ ഈ പ്രൊസീജിയർ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത്
അത് ഡിസ്കണക്ട് ചെയ്യാം അത്തരം വാട്ടർ സപ്ലൈസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എമർജൻസി ആയിട്ട് ടെമ്പററി വാട്ടർ സപ്ലൈസ് ഇൻസ്റ്റാൾ ചെയ്യണം. അലോക്കേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ്. വേണ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ഡ്യൂട്ടീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ 7 പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. യെസ്, ഇനി പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് ആണ്. അപ്പൊ ഡിസാസ്റ്ററിനെ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിലെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഡിസാസ്റ്ററിന് മുൻകൂട്ടി ഒരു പ്ലാനിങ് എല്ലാ ഹോസ്പിറ്റൽസിനും ഉണ്ടായിരിക്കണം. സോ അതിനകത്ത് ഫസ്റ്റ് നടപടി, അതിനകത്ത് ഏറ്റവും ആദ്യം ആ ഒരു എന്താ പറയാ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഫോർമേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, അല്ലെ? What is the purpose of a committee? It is for the smooth functioning. ഏത് കാര്യങ്ങൾക്കും കമ്മിറ്റി രൂപീകരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ. ഉത്സവ കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട്, ഇല്ലേ? പെരുന്നാളുകൾക്ക് പള്ളികളില് പെരുന്നാൾ കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട്. സ്കൂളുകളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ ഒരു PTA കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട്, അല്ലെ? PT മെമ്പേഴ്സ്, അതായത് പാരന്റ്സും ടീച്ചേഴ്സും എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി. എല്ലാ പാരന്റ്സും അല്ല, അതിനകത്തുനിന്ന് ഇലക്റ്റഡ് അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ ചേർത്തിട്ട് ആക്റ്റീവായിട്ട് സ്കൂളിന്റെ ഡെവലപ്മെന്റിന് കൂടി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ സെലക്ട് ചെയ്ത് പാരന്റ്സിന്റെ നിന്നും ഒരു കമ്മിറ്റി, അല്ലെ? ഇറ്റ് ഈസ് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ്. ഏത് കാര്യത്തിനും ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കമ്മിറ്റി ഇല്ലെങ്കിൽ എന്ത് പറ്റാന്നറിയോ? അല്ലെങ്കിൽ കമ്മിറ്റി ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാമായിരുന്നു. പക്ഷേ too many എന്താ പറയാ cooks spoil the broth എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? ഒരുപാട് പേര് കൂടി ചേർന്ന് ഒരു ഭക്ഷണം പാചകം ചെയ്താൽ അതെന്ത് ചെയ്യും? ചീത്തയായി പോകും. കാരണം നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇല്ല. അവർക്ക് തോന്നിയ രീതിയിൽ ആ പൊടി ഇട്ടു, ഈ പൊടി ഇട്ടു, അങ്ങനെ ഇട്ടു, ഉപ്പിട്ടു, മുളകിട്ടു, അത് ഇട്ടു, ഇതിട്ടു, എല്ലാവരും ചേർന്ന് വഷളാക്കി കഴിയും, അല്ലെ? അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങളാണ് കുറച്ചു പേര് കൂടി ചെയ്യുമ്പോൾ അത് ഭംഗിയായി തീരും. അതും തന്നെയല്ല, അതിന്റെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ 2-3 പേര് വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഡിവൈഡ് ചെയ്ത് 2 പേർക്ക് ഒരു ചുമതല ഏൽപ്പിക്കുന്നു, മറ്റു 2 പേർക്ക് മറ്റൊരു ചുമതല ഏൽപ്പിക്കുന്നു, അല്ലെ? അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് നമ്മളെ ഇങ്ങനെ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കാര്യം മാത്രം നമുക്കറിയാം. ഒരു കാര്യം നമ്മൾ തരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് തന്നിട്ട് ഇത് മുഴുവൻ ചെയ്ത് കിട്ടണം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അതിന് പെർഫെക്റ്റ്നെസ് ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല, കറക്റ്റ് ആവില്ല, അക്യുറേറ്റ് ആവുമെന്നുള്ളതുമില്ല. തട്ടിക്കുട്ടി അങ്ങനെ ചെയ്യും. കാരണം അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇപ്പറൊക്കെ, അല്ലെ? അപ്പൊ അതിനേക്കാൾ നല്ലത് ആ കമ്മിറ്റി മെമ്പേഴ്സിന് ഓരോ കാര്യങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെ? അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഓൾസോ ഹാവ് ടു ഫോം എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഇൻ ദർ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്. ഡിസാസ്റ്ററിനെ കുറിച്ച് മുൻകൂട്ടി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. And in that particular disaster management committee, the members included are ആരൊക്കെയായിരിക്കണം? അപ്പൊ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഈ താഴെ പറയുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. കുറച്ചധികം പേരുണ്ട്. കാരണം ഡിസാസ്റ്റർ അല്ലേ, ഒരു 1-2 എന്താ പറയാ പേഷ്യൻസിനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ വിക്ടിംസിനെ ആയിരിക്കില്ലേ കൊണ്ടുവരാം. ഒരു കൂട്ടം, ചിലപ്പോൾ 100 ആകാം, എണ്ണം കൂടാം, 500 ആകാം, 1000 ആകാം. ഒത്തിരി ആളുകളായിരിക്കും ഹോസ്പിറ്റൽസിലേക്ക് ഇങ്ങനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് ആൾക്കാരെ മാത്രം കമ്മിറ്റി മെമ്പേഴ്സ് ആക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇച്ചിരി ആളുകൾ കൂടുതലുണ്ട്. എന്തൊക്കെയാണ്, ആരൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മള് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. എന്തായിരുന്നു നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേ പറഞ്ഞതാണ്. ടു കോർഡിനേറ്റ്, സ്കെഡ്യൂൾ, ഡയറക്ട് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ആൻഡ് ടു track whether the hospitals are providing quality health care to its patients. അല്ലെ? ഹോസ്പിറ്റൽസിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, എല്ലാം ചെയ്യുക. അതോടൊപ്പം തന്നെ they have to make sure that അതോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യണം? അവർ ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അവർ ട്രാക്ക് ചെയ്യണം. എന്ത് ട്രാക്ക് ചെയ്യണം? വരുന്ന പേഷ്യൻസിനൊക്കെ ക്വാളിറ്റി ഹെൽത്ത് കെയർ ആണോ കിട്ടുന്നത് എന്നതുകൂടി നോക്കേണ്ടത് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടത്, അത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഇവിടെ വരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇനിയും പറയുകയാണ് നമ്മളുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആദ്യത്തെ മെമ്പർ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ. എന്തിന്?
if there occurs any disaster in a particular locality, the nearest hospitals have their key role. കാരണം നമുക്കറിയാം ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടാകുന്ന ഡിസാസ്റ്ററിൽ ഏറ്റവും ആദ്യം പേഷ്യൻസിനെ എത്തിക്കുന്നത് ഏറ്റവും തൊട്ടടുത്ത ഹോസ്പിറ്റൽസിലേക്കാണ്. കാരണം എങ്ങനെയും അവരുടെ ജീവൻ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അല്ലെ. ദൂരങ്ങൾ കൂടുന്തോറും ഇവിടെ ആളുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറയാണ് ചെയ്യുക അല്ലെ. ഒരു ഇൻവേഴ്സ് ഒരു റിലേഷൻ ആണുള്ളത്. ദൂരം കൂടി നല്ല ടെക്നോളജി ഉള്ള അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്ക് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് ആരും ഇത്തരം ഡിസാസ്റ്ററിൽ ദുരന്ത മുഖത്ത് നിന്നും പേഷ്യൻസിനെ കൊണ്ടുപോകില്ല. ഏറ്റവും അടുത്ത്, കാരണം അവർ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലേക്ക് എന്താ പറയാ കൊണ്ടുപോകുക. അവിടെ അവർ നോക്കട്ടെ, അവര് ഫസ്റ്റ് എയ്ഡുകളോ മറ്റ് റെസിസിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇഫ് ദേ കനോട്ട്, അവർക്ക് പറ്റിയില്ലെങ്കിൽ ദേ വിൽ സജസ്റ്റ്, അവർ പറയും അല്ലെ എവിടേക്കെങ്കിലും ഇന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുക എന്നുള്ളത്. ആൻഡ് അവിടെ ഇവർ എത്താനുള്ള സമയമുണ്ടോ ഈ പേഷ്യന്റിന് എന്നുള്ളത് നമുക്ക് അറിയണം. അതിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ആദ്യം പ്രവർത്തിക്കേണ്ട എന്താ പറയാ നമ്മുടെ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അപ്പൊ അവിടെയും നമ്മള് എന്താ പറയാ ജോലി ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പുറത്തിരിക്കാം. ദെൻ മെമ്പേഴ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്. ഈ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ബോർഡ് ഉണ്ടല്ലോ, മാനേജ്മെന്റ് ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ പോലത്തെ. അപ്പൊ മാനേജ്മെന്റിന്റെ വിഭാഗത്തിൽ നിന്ന് കുറച്ച് പേര്, ചിലപ്പോ ഒരാളായിരിക്കാം, ചിലപ്പോ ഒന്നിലധികം പേരുണ്ടായിരിക്കാം, അങ്ങനെ കുറച്ച് പേര്. കാരണം ഇവിടെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ആവശ്യമുണ്ട് ആളുകളെ. കാരണം ദൂരത്തെ മുഖത്ത് നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ആളുകളൊന്നും എല്ലാം കൊണ്ടുവരാം. ചിലപ്പോ ആളുകളുടെ എണ്ണം കൂടും. കൂടുതൽ ആളുകളാണെങ്കിൽ മെമ്പേഴ്സ് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഹോസ്പിറ്റൽസിന്റെ മാനേജ്മെന്റ് ബോഡിയിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം, അതാണ് ഒരു സ്ലാഷ് ഇട്ട് അവിടെ ഇട്ടേക്കണം, മെമ്പർ ഓർ മെമ്പേഴ്സ്, തെറ്റിപ്പോയേക്കുന്നതല്ല കേട്ടോ. ഒരു മെമ്പർ ആകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോഡിയിൽ നിന്നും ഈ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതാണ്. പിന്നെ ദ ചീഫ്സ് ഓർ ഹെഡ്സ് ഓഫ് വേരിയസ് ആൻസിലിയറി ഡിപ്പാർട്ട്മെന്റ്സ്, അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. ചില ഡിപ്പാർട്ട്മെന്റിന്റെ അതിന്റെ ശാഖയായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം ഡിപ്പാർട്ട്മെന്റുകളുടെ ചീഫുകൾ, ഹെഡ് നമ്മൾ പറയില്ലേ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ് HODs. പിന്നെ ചീഫ്സ് ഓർ ഹെഡ്സ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് ഉണ്ട്. മനസ്സിലായി? ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റും അതിന്റെ തന്നെ ബന്ധപ്പെട്ട മറ്റ് ആൻസിലിയറി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം, ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആൻസിലിയറി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ മറ്റേത് എന്താണ് നമ്മളുടെ ഇതൊക്കെ ചെയ്യില്ലേ, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റില്ലേ, അതിന്റെ ഒരു ആൻസിലിയറി ഡിപ്പാർട്ട്മെന്റ് ആണ്. അറിയോ? ആണോ? ഈ എല്ലിന്റെയും ഇതിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. ഈ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആൻസിലിയറി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ എന്താ പറയാ, വീണ്ടും പെട്ടെന്ന് പോണ് ഏതായിരുന്നു ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ, ഫിസിയോതെറാപ്പി. ഓക്കെ, ഫിസിയോതെറാപ്പി നമ്മൾ അധികം അങ്ങനെ പോകാത്തയും ഒക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വിട്ടുപോകും. ഫിസിയോതെറാപ്പി എന്താണെന്ന് അറിയാലോ അല്ലെ? അതായത് നമ്മളിപ്പോ വല്ല വീഴ്ചയോ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ പല എന്താ പറയാ ബോൺസിനോ മറ്റൊക്കെ വല്ല ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിച്ചിട്ട് പിന്നീട് അത് മാറിയാലും, അതിന്റെ പ്ലാസ്റ്റർ ഇട്ടിട്ട് നമ്മൾ മാറിയാലും, ജോയിന്റ് ആയാലും, ബോൺസ് ഒക്കെ ജോയിന്റ് ആയാലും പിന്നീടൊക്കെ നമുക്ക് ഈ വർഷമൊക്കെ വേദന അനുഭവപ്പെടും. നടുവേദന ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ പിന്നീട് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി വഴിയാണ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഒരു അനുബന്ധ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടുത്തെ അതിന്റെ ഹെഡും ഇതിന്റെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, ചീഫ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓർ മേട്രൺ, അതായത് നഴ്സിംഗ് സൂപ്രണ്ട്, അത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെങ്കിൽ മേട്രൺ, രണ്ടും തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അതാണ് നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആയിരിക്കണം. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകൾ വേണം, ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും. പിന്നെ സ്റ്റോർസ് ആൻഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, പല കാര്യങ്ങളും നമുക്കറിയാം. ഹോസ്പിറ്റൽസിലെ ചില സപ്ലൈസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സ്റ്റോർ വേണം. അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ സ്റ്റോർസ് ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലെ ആളും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കണം. ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ പല മെയിൻ്റനൻസ് ഒക്കെ വേണ്ടി വരും.
അപ്പൊ അതിനൊക്കെ ഒരു എന്തായാലും ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റൽസിൽ. പക്ഷെ ഇവിടെ എന്തിനാ അവർക്ക് കാര്യമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ചില മെഷീൻസ് ഒക്കെ നമുക്ക് വീണ്ടും ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഇത്തരം സിറ്റുവേഷൻസ് നമ്മൾ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ് ആണോ, അതിന് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തന രഹിതമായി നിൽക്കുന്നുണ്ടോ, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ വേണം. പബ്ലിക് റിലേഷൻസ് ആൻഡ് ലിയസൺ ഓഫീസർ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. പബ്ലിക് റിലേഷൻസ് ഇത് വരുന്ന ആളുകള് ഈ പറയുന്ന വിക്ടിംസിന്റെ ബന്ധത്തിൽപ്പെട്ടവരോ സ്വന്തക്കാരോ അല്ലെങ്കിൽ അവരെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ they have to give some എന്താ പറയാ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ് ഇൻഫോർമേഷൻസ്. ഇവരെ സംബന്ധിക്കുന്ന പല ഇമ്പോർട്ടന്റ് മാറ്റേഴ്സും ഇൻഫോർമേഷൻസ് ഒക്കെ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ലിയസൺ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ. പിന്നെ ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിമാരുണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും ചീഫ് ആയിട്ടുള്ള, എല്ലാവരും വേണമെന്നില്ല, ഒന്ന് രണ്ടു പേരൊക്കെ ചീഫ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെക്യൂരിറ്റിയാണ്. പിന്നെ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, സാനിറ്ററി തിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ അവിടുത്തെ മെമ്പറും ഇവിടെ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ, ഹോസ്പിറ്റൽ കിച്ചൺ ഓർ ഡയറ്ററി സർവീസസ്, അതിൽ ആ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ ഇതിനകത്തെ മെമ്പേഴ്സ് ആണ്. പിന്നെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, നമുക്കറിയാം SMSW, അത് മെഡിക്കൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്സിൽ കേട്ടോ. ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം MSW പഠിച്ചില്ലേ, അതിനകത്ത് എന്താ അവർ ചെയ്യുന്നത്? അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ പേഷ്യൻസ് വരുന്നത് അവർക്ക് അവരുടേതായ രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, കൂടാതെ ഹോസ്പിറ്റലില് പല കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ എല്ലാവർക്കും മെന്റലി ദേ വിൽ നോട്ട് ബി സ്ട്രോങ്, അവർ സ്ട്രോങ് ആയിരിക്കില്ല. അപ്പൊ അവർക്ക് ആ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ അവർക്കോ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുറെ സ്ട്രെസ് ആൻഡ് പ്രഷർ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ, വലിയ രീതിയിൽ അത്തരം സ്ട്രെസ്സും പ്രഷറും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് ഹോസ്പിറ്റൽസിൽ വരുമ്പോ. ചിലപ്പോ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞതാണ്, ഇപ്പൊ ഇൻഷുറൻസ് ഉള്ള ഒരാളാണ്, പക്ഷെ ഹൗ ഹൗ ടു എന്താ പറയാ ആക്റ്റീവ്, അവര് ആ ഒരു ഇൻഷുറൻസിന്റെ സ്കീം എങ്ങനെ ആക്റ്റീവ് ആക്കണമെന്ന് നമുക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇൻഷുറൻസ് ഉള്ളവർക്ക് ആ പൈസ കിട്ടിയാൽ ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ പകച്ചിക്കലൊക്കെ നിൽക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് പോലെ തന്നെ തന്നെയാണ് സാമൂഹ്യ പ്രവർത്തനം. ഓക്കെ, അത് ഹോസ്പിറ്റൽസിനകത്ത്. അപ്പൊ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലാണ് ഇന്നൊക്കെ എല്ലാ ഹോസ്പിറ്റൽസിലും ഒക്കെ ഉണ്ട്, പഴയ നോട്ടാണല്ലോ. അടുത്തത് ഹോസ്പിറ്റൽസ് യൂണിയൻസ് ആണ്. ഹോസ്പിറ്റൽസിനകത്ത് പല തരത്തിലുള്ള യൂണിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മെമ്പേഴ്സ് ഇതിനകത്ത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയില് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നാണ് നമുക്ക് ഇപ്പൊ ഇവിടെ ഈ ഒരു 14 ഹെഡില് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കുക. ആ 14 നിങ്ങൾ പഠിക്കണം. അതിനകത്ത് നിന്നൊക്കെ ചിലപ്പോ ഇന്ന ആൾക്കാര് അതിനകത്ത് മെമ്പേഴ്സ് ആരൊക്കെയാണ് വരിക എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ. ഒന്ന് വേഗം വായിച്ചു നോക്കുക. യെസ്, അടുത്ത നോക്കാം. നോക്കിയല്ലോ, വായിച്ചില്ലേ? കിട്ടോ പോയിന്റുകൾ 14. ഓക്കെ, അടുത്തത് ഇനീഷിയേഷൻ ഓഫ് സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ കമാൻഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, അതും ഹോസ്പിറ്റൽസിൽ എന്തായാലും ഉണ്ടായിരിക്കണം. എന്താണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ICS? അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. It is a standardized approach to the command, control and coordination of emergency response. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള എമർജൻസി കേസസ് ഉണ്ടാകുമ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു രീതി, ആ ഒരു അപ്രോച്ചാണ്, ആ ഒരു സമീപനം,
അതിനകത്ത് നമുക്ക് കമാൻഡ് ചെയ്യണം, പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ആ കൺട്രോളിങ്ങും അതുപോലെ തന്നെ കോർഡിനേഷനും അതുപോലെ തന്നെ കമാൻഡിങ്ങും ഇതെല്ലാം നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യണം. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ്. അങ്ങനെ എന്താ പറയാ ഒരുപാട് ഏജൻസീസ്, റെസ്പോണ്ടൻസ് ഫ്രം മൾട്ടിപ്പിൾ ഏജൻസീസ് ക്യാൻ ബി ഇഫക്റ്റീവ്. അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാവുന്ന പല ഏജൻസീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഏജൻസീസിനോടൊക്കെ പ്രവർത്തിക്കാൻ പറയണം. പെട്ടെന്ന് നമ്മൾ അവരോട് ഒരു കമാൻഡ് പ്രൊവൈഡ് ചെയ്യണം. ഇത് ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യണം. ആ എമർജൻസി റെസ്പോൺസ് ആണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് കമാൻഡ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം, അതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് വിളിക്കുക. ICS, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ച് ടു ദ കമാൻഡ് കൺട്രോൾ കോർഡിനേഷൻ. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആരോട്? മൾട്ടിപ്പിൾ ഏജൻസീസ്. നമ്മൾക്ക് ഇപ്പൊ ഇന്നലെ പറഞ്ഞു, ഹോസ്പിറ്റൽസിൽ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ഡിസാസ്റ്റർ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അവിടെ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, ആ ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ഇത് നമ്മുടെ കൺട്രോളിന് ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ഇൻഫ്ലക്സ് വരുമ്പോ ഒരുപാട് പേരെ കൊണ്ടുവരുന്നു, പക്ഷെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ശരിയായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ സച്ച് കേസ് മറ്റ് ഏജൻസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വിളിക്കാവുന്ന, നമുക്ക് ബന്ധപ്പെടാവുന്ന കുറച്ച് ഏജൻസീസ്, മൾട്ടിപ്പിൾ ഏജൻസീസ് പുറത്തുണ്ടാകും. ചിലപ്പോൾ മറ്റു ഹോസ്പിറ്റൽസ് ആയിരിക്കാം, മറ്റേതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം. ഇവരെല്ലാം ഒത്തുചേർപ്പിക്കാൻ, അവരോട് കമാൻഡ് ചെയ്യാൻ, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, യു ഹാവ് ടു ഹെൽപ്പ്, നമുക്ക് ഹെൽപ്പ് വേണം, നിങ്ങളുടെ ഹോസ്പിറ്റൽസിനോടാകാം, മറ്റേതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടാകാം. അപ്പൊ അവരോട് കമാൻഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ആ ഒരു സമീപനം, അതിനെയാണ് നമ്മൾ ICS അല്ലെങ്കിൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എന്താണ് ICS, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം? മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്നുള്ളത് റെസ്പോൺസ് പ്രൊവൈഡിങ് എ എമർജൻസി റെസ്പോൺസ്, അവിടെ വരെ മതി കേട്ടോ. കമാൻഡ് ചെയ്യാനുള്ള ഒരു അധികാരം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഓക്കെ, യെസ്. അടുത്ത സെന്റൻസ് നോക്കാം. ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ആണ് കേട്ടോ, HIS എന്ന് പറയുമ്പോ. അതിന്റെ എന്താ പറയാ, ആ ഒരു മാനേജ്മെന്റ് സിസ്റ്റം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അതായത് എല്ലാ ഹോസ്പിറ്റൽസിലെയും ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അത് സാധാരണ ആയിരിക്കും അല്ലെ. അതായത് ആരാണ് കമാൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്, ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ടായിരിക്കും എല്ലാ ഹോസ്പിറ്റൽസും പ്രവർത്തിക്കുക. അപ്പൊ അതിനകത്ത് മറ്റു ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ സഹായം, മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ സഹായം അല്ലെ. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ പ്ലാനിങ്. നമ്മളുടെ പ്ലാനിങ്, നമ്മൾ ഓൾറെഡി ഡിസാസ്റ്ററിനെ കുറിച്ച് മുൻകൂട്ടി പ്ലാനിങ് ഉണ്ട്, അതിനെ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഇവരുടെ ഹെൽപ്പ്, അസിസ്റ്റൻസ് സഹായിക്കും. മാത്രമല്ല നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ റെസ്പോൺസും നമ്മളുടെ റിക്കവറിംഗ് കേപ്പബിലിറ്റീസ്, ഇവരെയൊക്കെ നമുക്ക് എന്താ പറയാ റിക്കവർ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാനുള്ള കഴിവ്, ഇതൊക്കെ നമുക്ക് എന്താ പറയാ കൃത്യമായിട്ട് നടത്താനായിട്ട് ഏത് ഹോസ്പിറ്റൽസിന്റെയും ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം ഞാൻ പറയാം. HICS is an incident management system based on the principles of incident command system, ICS. Okay, underline ചെയ്തോ? ഓക്കെ, ഇനി അതിന് വേണ്ടി അപ്പൊ എന്തുണ്ടാവും? ഇൻസിഡന്റ് കമാൻഡ് ചെയ്യാനുള്ള ഇന്ന ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളത് മറ്റു ഹോസ്പിറ്റൽസിനെയോ മറ്റു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെയോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസീസിനെയോ കമാൻഡിലൂടെ അറിയിക്കാനുള്ള ഒരു അധികാരം അതിന് ആർക്കുള്ളതായിരിക്കും? ഇൻസിഡന്റ് സ്റ്റാഫ് ആണ്. ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇൻസിഡന്റ് കമാൻഡർ ആണ് ഇൻസിഡന്റ് സ്റ്റാഫ്.
കാരണം അത് ആ ഒരു കമാൻഡിങ് കേപ്പബിലിറ്റി ആണ് ഇൻസിഡന്റ് സ്റ്റാഫിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസിഡന്റ് കമാൻഡർ ആണ് അദ്ദേഹം. മേ ബി ഹി ഓർ ഷീ ആരെങ്കിലും ആയിക്കോട്ടെ, ആ ഇൻസിഡന്റ് കമാൻഡർ. എന്തായിരിക്കും ഇൻസിഡന്റ് കമാൻഡർ അപ്പോൾ ചെയ്യുന്ന ഒന്നാമത്തെ ഫംഗ്ഷൻ? ഇൻസിഡന്റ് കമാൻഡർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പുള്ളിക്കുള്ളത്. എന്തായിരിക്കും ചെയ്യുക? ടു മാനേജ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ഹോസ്പിറ്റൽസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ആശുപത്രി എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആസ് എ ഇൻസിഡന്റ് കമാൻഡർ. ഒരു ഇൻസിഡന്റ് കമാൻഡർ എന്ന നിലയ്ക്ക് പുള്ളിയുടെ ആദ്യത്തെ ഫംഗ്ഷൻ അതാണ്, മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹോസ്പിറ്റൽസ് പാർട്ടിസിപ്പേഷൻ. ഹോസ്പിറ്റലിന്റെ എത്രത്തോളം ആ ഒരു പങ്കാളിത്തം ഉണ്ട്, ഡിസാസ്റ്റർ ഉണ്ടായപ്പോ ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളിൽ ഹോസ്പിറ്റൽ എത്രത്തോളം പങ്കാളിത്തം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് മാനേജ് ചെയ്യുക. എല്ലായിടത്തും ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെ? അത് എത്രത്തോളം ഉണ്ടെന്ന് മാനേജ് ചെയ്യുക. മാനേജ് ചെയ്യുന്ന പുള്ളിയാണ് മാനേജ് ചെയ്യേണ്ടത് ഇൻസിഡന്റ് സ്റ്റാഫാണ്, ഇൻസിഡന്റ് കമാൻഡർ എന്നുള്ള നിലയ്ക്ക്. ക്ലിയർ ആയോ ഒന്നാമത്തെ പോയിന്റ്? ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഫങ്ഷൻസ് പുള്ളി പ്രവർത്തിക്കാനുണ്ട്. സെക്കൻഡ് വൺ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ. എന്തായിരുന്നു പബ്ലിക് റിലേഷൻസ്? ഞാൻ നേരത്തെ പറഞ്ഞതാ, ലൈസൺ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം. അവരുടെ മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി എന്താ? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ, അല്ലെ? അതായത് മറ്റുള്ള ആളുകൾക്ക്, അവിടെ വരുന്നവർക്ക് ചിലപ്പോൾ പോലീസുകാർ വരാം, റിലേറ്റീവ്സ് വരാം, മറ്റുള്ള ആളുകൾ വരാം, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പബ്ലിക് റിലേഷൻ ഓഫീസർ ടു പ്രൊവൈഡ് സഫീഷ്യന്റ് ഇൻഫോർമേഷൻ. തീർച്ചയായിട്ടും അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള പല ഇൻഫോർമേഷൻസ് പങ്കുവയ്ക്കുക എന്നുള്ളത് പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവിടെയും ആ ഒരു രീതിയിൽ ഇൻസിഡന്റ് സ്റ്റാഫിന് ഈ ഒരു റോളും കൂടി ഈ ഭാഗത്ത് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ ഇൻസിഡന്റ് സ്റ്റാഫിന്റെ മറ്റൊരു റോളാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ടും ആള് പ്രവർത്തിക്കേണ്ടി വരും. ആ ഒരു കുറച്ച് ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ട്. ദാറ്റ് മീൻസ് സർക്കുലേഷൻ ഓഫ് ഓൾ ഇൻഫോർമേഷൻ, മെഡിക്കൽ ഓർ അതർവൈസ്. മറ്റ് എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻ ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആകാം, അത് സർക്കുലേറ്റ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. ക്ലിയർ ആയോ? പബ്ലിക് റിലേഷൻ ഓഫീസറും ആയിട്ട് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫിന് ഫംഗ്ഷൻ ചെയ്യാറുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ടാമത്തെ മനസ്സിലായോ? എന്താണല്ലോ മഞ്ജുഷയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തമ്മിട്ടുണ്ടിരിക്കുന്നത്. വേറെ ഇവിടെ പുറത്ത് തമ്പിടുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. ഉണ്ട്. പക്ഷെ എനിക്ക് വിസിബിൾ ആകുന്നത് മഞ്ജുഷയുടെ തമ്പാണ്. അതുകൊണ്ട് ഞാൻ അത് നോക്കിയിട്ടാണ് മുന്നോട്ട് ഓരോ പ്രാവശ്യം പറയുന്നത്. ബാക്കിയുള്ളവര് ഇപ്പുറത്തുണ്ട്, അത് കാണുന്നില്ല, നമ്മുടെ നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, യെസ്. അടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ? സെക്യൂരിറ്റി സ്റ്റാഫ് എന്തായാലും ഒരു ഹോസ്പിറ്റൽസില് എന്താ പറയാ, ഈ പറയാ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓൾ ദ സെക്യൂരിറ്റി സ്റ്റാഫ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഡിപ്ലോയ്മെന്റ്, അവരെ എന്താ പറയാ, ഈ ഹോസ്പിറ്റൽസിന്റെ പല വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റീസ് ഉണ്ട്. മെയിൻ ചീഫ് ആയിട്ടുള്ള സെക്യൂരിറ്റിയും ഉൾപ്പെടെ മറ്റ് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും അവരുടെ കാര്യങ്ങൾ അറിയിക്കുക, സെക്യൂരിറ്റീസിനൊക്കെ അറിയിക്കുക കാര്യത്തെ. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ തന്നെ കുറെ കാഷ്വാലിറ്റീസിലേക്ക് കുറെ ആളുകൾ വരും. സോ ഹാവ് ടു മാനേജ് ഫ്രണ്ടേജ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് വഴിയാണല്ലോ പേഷ്യൻസിനൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഗേറ്റില് ഒത്തിരി ഡിസ്റ്റർബൻസ്, കൺഫ്യൂഷൻസ്, വണ്ടിയും വാഹനമൊക്കെ ആൾക്കാര് വേണ്ടവരും വേണ്ടാത്തവരൊക്കെ കയറി വരും. ഒരു എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആളുകൾ ഇങ്ങനെ കടിച്ചുകൂടില്ലേ. അപ്പൊ അവിടെ നമ്മള് അവർക്ക് കൺവീനിയൻസ്, സൗകര്യം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുക. എല്ലാവരും കൂടി വന്നിട്ട് അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പൊ തിക്കും തിരക്കും ഉണ്ടാക്കുക. അങ്ങനെയുള്ള കൺഫ്യൂഷൻസും തിക്കും തിരക്കും വരുമ്പോ നമ്മുടെ ഇവിടെ കിടക്കുന്ന വണ്ടിക്കൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് കിട്ടുന്ന കെയറിന്റെ താമസമാണ് ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അത് സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടിയാണ് ടു ക്ലിയർ ദ പാത്ത്. ആ പാത്തൊക്കെ ക്ലിയർ ചെയ്ത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കുക. അപ്പൊ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള കമാൻഡ് ആർക്ക് കൊടുക്കണം? എല്ലാ സെക്യൂരിറ്റി സ്റ്റാഫ്സിനും പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ടു ഡിപ്ലോയ് ദം. ഡിപ്ലോയ് മീൻസ് ടു എൻഗേജ് ദം. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അവർക്ക് ആ ജോലി അസൈൻ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. Operating and alerting all the security staff with the hospital and deploying them. അവരെ കൊണ്ട് അത് ജോലി, ആ കാര്യം ചെയ്യാനുള്ള ഒരു ആജ്ഞ, ഒരു കമാൻഡ്,
കൊടുക്കുക. അപ്പൊ ആ കമാൻഡ് കൊടുക്കുന്നത് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് ആണ്. ഇൻസിഡന്റ് കമാൻഡർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആയിട്ട് പ്രവർത്തിക്കുന്നത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന ഒരാളായിട്ട് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് പ്രവർത്തിക്കണം. ലൈക്ക് an officer, അതും ഇതുപോലെ തന്നെ ടു കൊളാബറേറ്റ് വിത്ത് ഓൾ അതർ ഏജൻസീസ്, മറ്റു പല ഏജൻസീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടി വരും. എന്തിന്? ഡിസാസ്റ്ററിലെ ഹോസ്പിറ്റൽസ് മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ 100% കാര്യമാണ്. നമ്മൾ എത്രത്തോളം വി ഹാവ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്, നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ഏത് ഡിസാസ്റ്ററിനെയും ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആണ്. പക്ഷെങ്കിലും അറ്റ് ദാറ്റ് ടൈം അല്ലെങ്കിൽ അറ്റ് ദാറ്റ് ഇവന്റ് വി ഹാവ് ടു എന്താ പറയാ റിസീവ് സം അസിസ്റ്റൻസ് ഫ്രം ഔട്ട്സൈഡ് ഏജൻസീസ്. പല പുറത്തുള്ള ഏജൻസീസിന്റെയും സഹായവും നമുക്ക് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ള ഏജൻസീസ് അത് അവരിൽ നിന്നൊക്കെ നമുക്ക് ഈ എന്താ പറയാ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന ആളുകളെ രക്ഷിക്കാൻ, അവർക്ക് ആശ്വാസം കൊടുക്കാൻ, അവരെ റെസ്ക്യൂ ചെയ്യാനൊക്കെ അവരെയും കൂടി നമ്മൾ കൊളാബറേറ്റ് ചെയ്യണം. അവരുടെയും കൂടി സഹകരണം ആവശ്യപ്പെടണം. അതുകൊണ്ട് ആ ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും ആരാണ്? നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫാണ്. അപ്പൊ ഒരു ലൈസൺ ഓഫീസർ ആയിട്ടും ഹി ഷുഡ് ആക്ട്. ആരാണ് പ്രവർത്തിക്കുന്നത്? ലൈസൺ ഓഫീസർ ടു കൊളാബറേറ്റ് വിത്ത് അതർ ഏജൻസീസ് ടു ദ victims of MCI disaster and providing rescue and relief. മനസ്സിലായോ? ക്ലിയർ ആയോ? Okay, then the next one. Yes, അടുത്തതാരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലാനിംഗ് ചീഫ്. പ്ലാനിംഗ് റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിംഗ്. ഇനിയും മാൻ പവേഴ്സിനെ എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തു. ഇന്ന ആൾക്ക് ആർക്കൊക്കെയാണ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ ഇന്ന കൂട്ടര് അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിലെ ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ അവിടെയുള്ള സ്റ്റാഫുകൾ എംപ്ലോയീസ് ഇന്ന കാര്യമാണ് ചെയ്യുന്നത്. അതായത് ചിലപ്പോ അവിടുത്തെ ആളുകൾക്ക് മരുന്നൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ വേറൊരു കാര്യം ചെയ്യുക. അങ്ങനെ ആരെയാണ് എന്ത് കാര്യം ചെയ്യിപ്പിക്കണം, അതാണ് മാൻ പവർ പ്ലാനിങ്. ആരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ കമാൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്ലാനിംഗ് ചീഫ് എന്ന രീതിയിൽ he or she is responsible for manpower planning during disaster. ഡിസാസ്റ്ററില് manpower planning നടത്തേണ്ടത് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് ആണ്. ക്ലിയർ ആയോ? അഞ്ചാമത്തെ നെക്സ്റ്റ് വൺ ഓപ്പറേഷൻസ് ചീഫ് എന്ന് വെച്ചാൽ മറ്റു പല പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് രോഗികൾക്ക് കെയർ കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻചാർജ് ആർക്ക് കൊടുക്കണം അതും ഒക്കെ നോക്കി നടത്തണം. അതും നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് തന്നെ ചെയ്യണം. ഇൻചാർജ് ആരായിരിക്കണം? കംപ്ലീറ്റ് കെയർ ഫോർ പേഷ്യൻസിന് കൊടുക്കുന്ന കംപ്ലീറ്റ് കെയറിന്റെ ഇൻചാർജ്. എല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, പലർക്കായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് നിശ്ചയിക്കാം നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫിന്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കമാൻഡ് ചെയ്യാനുള്ള ഒരു അധികാരം ഈ ഇൻസിഡന്റ് സ്റ്റാഫിനുണ്ട്. അപ്പൊ ഓപ്പറേഷൻസ് ചീഫ് ആയിട്ടും പുള്ളി പ്രവർത്തിക്കാനായിട്ട് കംപ്ലീറ്റ് ഇൻചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്. പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ഇൻചാർജ്. ഓക്കെ, then ലോജിസ്റ്റിക്സ് ചീഫ് ആണ്. എന്താ ലോജിസ്റ്റിക് ചീഫ് എന്ന് പറയുമ്പോൾ എല്ലാ സപ്പോർട്ടിംഗ് സർവീസസ് ടു ബി പ്രൊവൈഡഡ്. അതായത് ഹോസ്പിറ്റലിന് ഈ പറയുന്ന ഡിസാസ്റ്ററിൽ ഒക്കർ ചെയ്ത് വരുന്ന വിക്ടിംസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ എല്ലാ സപ്പോർട്ട്സും കൊടുക്കാനുള്ള ഒരു ലോജിസ്റ്റിക് ചീഫ് ആയിട്ടും നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് പ്രവർത്തിക്കണം. ഓക്കെ, ഇൻ ചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ലോജിസ്റ്റിക് ചീഫ് ആയിട്ടുള്ള ആളും കൂടിയാണ്. അങ്ങനെ ഒരു ഫംഗ്ഷനും നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫിന് ഉണ്ട്. And last but not the least, finance officer ആയിട്ടും എന്താ പറയാ കമാൻഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി ഫണ്ട്സ്, ഇപ്പൊ ചിലപ്പോ ഇത്തരം ഡിസാസ്റ്റർ കൊണ്ടുവരുന്ന ആൾക്കാർക്കൊക്കെ അവരെ ചികിത്സിക്കണം, അവർക്ക് വേറെ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരണമെങ്കിൽ സഫിഷ്യന്റ് ഫണ്ട് അല്ലെ. അപ്പൊ സഫീഷ്യന്റ് ഫണ്ടൊക്കെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, അതൊക്കെ അതിന് എന്തെങ്കിലും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുണ്ടോ, എമർജൻസി ആയിട്ട് ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ എന്തെങ്കിലും എമർജൻസി പർച്ചേസസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്താ പറയാ അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ്. ആ ഒരു ഫിനാൻഷ്യൽ ഓഫീസർ എന്ന രീതിയിലും നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഫണ്ടുകൾ പെട്ടെന്ന് അലോക്കേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ക്ലിയർ ദ വേ ഓഫ് എമർജൻസി പർച്ചേസസ്. എമർജൻസി പർച്ചേസസ് എളുപ്പം സാധ്യമാക്കുക. ക്ലിയർ? അപ്പൊ 8
ഫങ്ഷൻസ് ആണ് നമ്മളുടെ ഇൻസിഡന്റ് സ്റ്റാഫിനുള്ളത്. എന്തൊക്കെ രീതിയിലാണ് ആ 8 ഫങ്ഷൻസിന്റെ എന്താ പറയാ നമ്പർ ഇട്ടേക്കണ ഭാഗം മാത്രം നമ്മൾ പഠിക്കുക. ഏതൊക്കെ രീതിയിലാ? ഇൻസിഡന്റ് കമാൻഡർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി, ലൈസൺ ഓഫീസർ, പ്ലാനിംഗ് ചീഫ്, ഓപ്പറേഷൻസ് ചീഫ്, ലോജിസ്റ്റിക് ചീഫ് ആൻഡ് ഫിനാൻസ് ഓഫീസർ. അങ്ങനെ 8 പഠിച്ചാൽ മതി. മനസ്സിലായോ? ആ 8 ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കിയേ വേഗം ഒറ്റ പ്രാവശ്യം. അത് വായിച്ച അപ്പൊ തന്നെ നമുക്ക് തലയിൽ കയറും. അപ്പൊ പിന്നെ പിന്നീട് കുത്തിരുന്ന് പഠിക്കേണ്ടി വരില്ല. വായിച്ചോ? ഓക്കെ ആണല്ലോ അവിടെ വരെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ഹെഡിങ് നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുക്കുമല്ലോ. ഡിസാസ്റ്ററില് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓരോ കാർഡുകളുണ്ട്. അതാണ് ജോബ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യുക. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ചാർട്ട്. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതവരുടെ ആ ഒരു അറേഞ്ച്മെന്റ് ചാർട്ടിലുണ്ടായിരുന്നു. നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ ഇതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും അവർ കമാൻഡ് ചെയ്യുന്നത് പോലെ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഓരോരുത്തർക്കും ഉള്ള പൊസിഷൻസ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതിനുള്ള കാർഡാണ്. Next one, comprehensive stored safely in disaster manual, color coded and laminated. അതായത് നമുക്കറിയാം എന്താ പറയാ ഡിസാസ്റ്ററിന്റെ ഒരു മാനുവലിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഡിസാസ്റ്റർ മാനുവൽ അല്ലെ? ഡിസാസ്റ്ററിനകത്ത് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഡിസാസ്റ്റർ മാനുവലൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് സേവ് ചെയ്ത് സ്റ്റോർ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മളിവിടെ ഒരു എന്താ പറയാ പ്രാവർത്തികമാക്കേണ്ട ഒരു പ്ലാനിങ് ഒക്കെ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യേണ്ട സമയത്ത് നമ്മളത് ഉപയോഗിക്കുക. അപ്പൊ ആ ഒരു കാർഡിനകത്ത് കൃത്യമായിട്ട് അതിന്റെ കളർ കോഡുകൾ ചില കാര്യങ്ങൾക്ക് ചില കളർ കോഡ്സ് ഉണ്ടായിരിക്കും. ആ കളർ കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലാമിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അതൊക്കെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് ആ കളർ കളറുകളൊക്കെ കോഡ് ചെയ്തത് കൃത്യമായിട്ട് വെക്കുക. ആൻഡ് ഓൾസോ കളർ കോഡ് എന്തായിരിക്കും അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ല അറിയാമോ? അതായത് നമ്മുടെ ഡിസാസ്റ്റർ അത് ട്രയേജിലേക്കൊക്കെ വരുമ്പോൾ വരും. അതായത് ഓരോ നമ്മൾ പറഞ്ഞിരുന്നു ആക്സിഡൻസിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിക്ടിംസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ട്രയേജ് ചെയ്തിട്ടാണ് സോർട്ട് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ആർക്ക് കൊടുക്കും? നമ്മള് ഏറ്റവും കൂടുതൽ അധികം പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ജീവനിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽസിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരെ അങ്ങനെ ആദ്യത്തെ വിഭാഗം കാറ്റഗറി 1. അപ്പൊ അതിനകത്ത് ഒരു കോഡ് ഉണ്ട്. കാറ്റഗറി 1 റെഡ് കളറാണ് അതിന് കൊടുത്തിരിക്കുന്ന കോഡ്. അപ്പൊ ആ കോഡ്സ് ഒക്കെ കൃത്യമായിട്ട് വെച്ചേക്കണം. അത് കൃത്യമായിട്ട് ലാമിനേറ്റ് ചെയ്തത് വെക്കണം. എന്നാലേ അവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിനെ കുറിച്ചൊക്കെ കുറച്ചും കഴിയുമ്പോൾ പറയുമായിരിക്കും. ഇവിടെ ചാപ്റ്ററിൽ ഉണ്ടാകുമായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. ഇറങ്ങി തോന്നുന്നു കാണല്ല. ഇൻ ഓൾ ഏരിയാസ് റിലേറ്റഡ് വിത്ത് ദ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഏരിയകൾ എവിടെയൊക്കെയാണോ അതിനൊക്കെ നമുക്ക് അവിടെയും നമ്മൾ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യണം. എമർജൻസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഓരോ കാർഡ്സ് പ്രൊവൈഡ് ചെയ്യണം. ഉണ്ടോ? അമ്മ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു. ഓക്കെ. അപ്പൊ എല്ലാ ഏരിയാസിലും എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യണം. ആരൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടവർക്കൊക്കെ കൃത്യമായിട്ട് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുക. ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കീ ഇൻഡിവിജ്വൽസ് ആരാ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താ പറയാ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് അത് ചെക്ക് ചെയ്യുക.
അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, ആ നിർദ്ദേശങ്ങളൊക്കെ അവർ പാലിക്കണ്ടോ അതുകൂടി അറിയില്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇൻഡിവിജ്വൽസിന് ചില ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ വ്യക്തമായിട്ട് ക്ലിയർ ആയിരുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള കാർഡുകൾ, അതും അവരുടേതായ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉറപ്പുവരുത്താൻ ആ കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദാറ്റ് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് അതും എന്താ പറയുക ഇതിനകത്ത് ഉൾപ്പെടുത്തണം. മനസ്സിലായോ? എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പിനോ ഓരോ സെക്ഷൻസിനോ ആ ഓരോ വിഭാഗത്തിനോ ഒക്കെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസ് ഓൾസോ ഷുഡ് ബി നീഡഡ്, അതും അതിനകത്ത് വേണം. പിന്നെ കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫുകൾക്ക് ഡിഫറെന്റ് കളർ കോഡ്സ് ഉണ്ട്. ആ ഡിഫറെന്റ് കളർ കോഡ്സ് അതും ഉൾപ്പെടുത്തിയിരിക്കണം. സ്റ്റാഫുകൾക്കുള്ള കളർ കോഡ്, ഇപ്പൊ ഇന്ന ഗ്രൂപ്പിൽ പെട്ടവർക്ക് ഒരു കളർ കോഡ്, മറ്റു ഗ്രൂപ്പിൽ നമ്മളിപ്പോ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കില്ലേ, വോളണ്ടിയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ബാഡ്ജും മറ്റൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഡിസാസ്റ്ററിൽ നമ്മൾ എൻഗേജ്ഡ് ആകുന്ന എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലെയും മെമ്പേഴ്സ് ഒക്കെ അവർക്ക് പ്രത്യേകം കോഡ്സ് പ്രൊവൈഡ് ചെയ്താൽ ആ കോഡ് ഒരേപോലെയുള്ള കോഡുകൾ കളർ കോഡ്സ് ഉള്ളവർക്ക് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാം, അല്ലെ? അവരുടെ ഒപ്പം നിന്ന് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ ആളുകളോടും പോയി ചോദിക്കുന്നു, അവരുടെ ഡ്യൂട്ടിയും എല്ലാം കൂടി നമ്മളെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്റ്റാഫ്സ് ഓൾസോ ഷുഡ് ബി ഗിവൺ കളർ കോഡ്സ് ഇൻ ഡിഫറെന്റ് കാറ്റഗറീസ്, പല കാറ്റഗറീസിനും ഉള്ള കോഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട, ഒന്ന് വായിച്ചു നോക്കുക. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്. വായിച്ചോ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്തത് എന്താ? പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ നമ്മളുടെ പ്ലാൻ, നമ്മളുടെ പ്രീ ഡിസാസ്റ്റർ പ്ലാനിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഇനി ഇതൊക്കെ ആക്റ്റീവ് ആകാൻ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളും ഹോസ്പിറ്റൽസിനകത്ത് വേണം, അല്ലെ? എവിടെയൊക്കെയാണ് നമ്മൾ ഇത് ആക്റ്റീവ് ആക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ സാധാരണ ഫംഗ്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്നത് ഈ ഡിസാസ്റ്റർ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടുത്തെ റെഗുലർ ആയിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ അത് ഹിൻഡർ ചെയ്യും, അത് തടസ്സം പിടിക്കും, അല്ലെ? റുട്ടീനായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി പോകും. അപ്പൊ താൽക്കാലികമായിട്ട് നമുക്ക് ഈ പറയുന്ന ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന വിക്ടിംസിനെ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം? ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഏതൊക്കെ സ്ഥലത്തായിട്ട് നമുക്ക് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക ഹോസ്പിറ്റൽസിൽ, അതിന് പ്രത്യേകം ഏരിയകൾ വേണം. സോ ഏതൊക്കെയാണ്? ഒന്ന്, ഒരു കമാൻഡ് സെന്റർ വേണം. നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് സെന്റർ. അപ്പൊ ആ കമാൻഡ് സെന്ററിൽ ഇതുകൊണ്ട് ആൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം. ഇന്ന ആൾ ഇന്ന ജോലി ചെയ്യും, ഇന്ന കാര്യം വേഗം ആക്റ്റീവ് ആക്കും, അങ്ങനെയുള്ള കമാൻഡുകളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു കമാൻഡ് സെന്റർ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്ലാൻ ആക്റ്റീവ് ആക്കാൻ നമുക്ക് ഒരു സെന്റർ വേണം, കമാൻഡ് സെന്റർ. കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, പേജിംഗ്, ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്. അതെ, കമ്മ്യൂണിക്കേഷൻ എന്താ പറയാ ഓഫീസ് വേണം, എന്ന് വെച്ചാൽ നമുക്ക് ബന്ധപ്പെടാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരോടെങ്കിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മറ്റുള്ളവർക്ക് അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ അവിടെ എന്താ പറയാ, നമുക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യം, ടെലിഫോൺ എക്സ്ചേഞ്ച് ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ട്, പിന്നെ ഒരു പേജിങ്, റേഡിയോ പേജിങ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതിനെ വിളിച്ചിട്ട് അങ്ങോട്ട് അത്രയും പറയാൻ പറ്റുള്ളൂ, ഇങ്ങോട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഒക്കെ കണ്ട് അലർട്ട് ആയിട്ട് കൊടുക്കുന്ന നമ്മുടെ പോലീസുകാരുടെ കയ്യിലേക്കുള്ള ഒരു സാധനം അല്ലേ, അവരങ്ങോട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ സാധനം സിനിമയിലെ കണ്ടിട്ടില്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അങ്ങനത്തെ ഒക്കെ സാധനം. അത് അങ്ങനത്തെ ഒക്കെ എന്താ പറയാ പേജിങ് സിസ്റ്റം അല്ലെങ്കിൽ ഹോട്ട്ലൈൻ, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയാസ്. ഇപ്പൊ പ്രസ് മീഡിയാസ് ഒക്കെ വരുമല്ലോ, ഇവർക്കൊക്കെ ഇൻഫോർമേഷൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, അല്ലെങ്കിൽ എല്ലായിടത്തും വന്നിട്ട് നിങ്ങൾ കിടന്ന് എന്താ പറയാ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസർ. പിന്നെ സെക്യൂരിറ്റി ഓഫീസർ, ഹോസ്പിറ്റൽസിന്റെ
സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് ഒരു സെക്യൂരിറ്റി ഓഫീസർ, പോലീസ് പിക്കറ്റ്, പോലീസുകാർക്കൊക്കെ എന്താ പറയാ വന്ന് ഇതൊക്കെ സെക്യൂരിറ്റി ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗം. അതിനും ഒരു പ്രത്യേകം സ്ഥലം പ്രൊവൈഡ് ചെയ്തിരിക്കണം. റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ, victims those who are brought to the hospital have to be received. നമ്മൾ അവരെ സ്വീകരിക്കണമല്ലോ. റിസപ്ഷൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ ഉണ്ട് മെയിൻ ആയിട്ട്, പക്ഷെ അവിടേക്കെല്ലാം ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരുന്നത്. അതിനൊരു സെപ്പറേറ്റ് റിസപ്ഷൻ ഏരിയ, ഒരു ട്രയേജ് ഏരിയ അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മളൊന്ന് സോർട്ട് ചെയ്യണം, എത്രയും പെട്ടെന്ന് ആരാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്നുള്ളത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊരു പ്രത്യേക ഏരിയ വേണം. ഡോക്യുമെന്റേഷൻ ഏരിയ, അതും ഇഫ് ഇറ്റ് ഇസ് നീഡഡ്. ഇപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണം, ആളുടെ പേരും വയസ്സും ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വെക്കണമല്ലോ. പിന്നീട് നമുക്ക് ചികിത്സയൊക്കെ കൊടുക്കുമ്പോൾ ആർക്കാ കൊടുത്തത്, എന്താ കൊടുത്തതെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻസിന് വേണ്ടിയിട്ട് അത് നെസസറി ഇല്ല. ചിലപ്പോഴൊന്നും അത്തരം സൗകര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് എന്താ പറയാ ആളെ പരിശോധിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ ഏരിയയും വേണം. മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു മുറിവ്, ചെറിയൊരു ഒടിവ്, അപ്പൊ അതൊക്കെ പ്ലാസ്റ്ററോട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ആക്കി അല്ലെങ്കിൽ ആ മുറിവ് വെച്ച് കെട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കാൻ മറ്റൊരു ഏരിയ. ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഒരെണ്ണത്തിലിട്ട് കൂടുതൽ ഡിസ്റ്റർബ് ആക്കാണ്ട് കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പർട്ടിക്കുലർ ഏരിയാസ് വേണമെന്ന് പറയുന്നത്. അപ്പൊ മൈനർ ട്രീറ്റ്മെന്റ് ഏരിയ. ദെൻ അക്യൂട്ട് കെയർ ഏരിയ, ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുള്ള വിഭാഗം വേറെ. അപ്പൊ മൈനർ ട്രീറ്റ്മെന്റ് ഏരിയയും വേണം, ഒരു അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ അല്ലെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റും ആവശ്യമുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പറയും ഹോസ്പിറ്റലിൽ ഓൾറെഡി ഉണ്ടല്ലോ കാഷ്വാലിറ്റി, എമർജൻസി. പക്ഷെ അതല്ല, അവിടെ പറ്റൂല. അവിടെ ഡിസാസ്റ്ററിൽ ഒക്കെ ചെയ്യുന്ന വിക്ടിംസിനെ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, ഇറ്റ് വിൽ ഡിസ്റ്റർബ് ദ റെഗുലർ റൂട്ടീൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ റെഗുലർ ആയിട്ടുള്ള റൂട്ടീനെ അത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയല്ല, ഇതിനൊരു സെപ്പറേറ്റ് ഏരിയ. ക്ലിയർ ആയോ? ഇത് നമ്മുടെ ഡിസാസ്റ്റർ പ്ലാൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടി പ്രത്യേകം വേണ്ട ചില ഏരിയാസ് ഇൻ ഹോസ്പിറ്റലാണ് പറഞ്ഞത്. കമാൻഡ് സെന്റർ വേണം, കമ്മ്യൂണിക്കേഷൻ ഓഫീസ് വേണം, സെക്യൂരിറ്റി ഓഫീസ് വേണം, റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ വേണം, ഡോക്യുമെന്റേഷൻ ഏരിയ വേണം. ഡോക്യുമെന്റേഷൻ ഏരിയ വേണമെന്നുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഡീകണ്ടാമിനേഷൻ ഏരിയ, ഡോക്യുമെന്റേഷൻ ഏരിയ വേണമെന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ ഈ പറയുന്ന പേഷ്യൻസിന്റെ വിവരശേഖരണങ്ങളൊക്കെ നടത്താൻ പറ്റും. ഡീകണ്ടാമിനേഷൻ ഏരിയ ആണ് ഇവിടെ കിടക്കുന്നത്. ഡീകണ്ടാമിനേഷൻ ഏരിയ എന്താണ്? അണുവിമുക്തമാക്കാനുള്ള, ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പേഷ്യൻസിലൊക്കെ ഒരുപാട് ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ടൊക്കെ വരുന്നവരൊക്കെ ഇതായിരിക്കാം. ബ്ലഡ് മാത്രമല്ല മറ്റേതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും. അതൊക്കെ അവരുടെ ഉടുപ്പിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും വലിച്ചു വാരിയിട്ടാൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ രോഗാണുക്കളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതകളുണ്ട്. രോഗം കൊണ്ടല്ല കേട്ടോ, ഡിസാസ്റ്റർ കൊണ്ട് വരുമ്പോഴും ചിലപ്പോഴൊക്കെ ഓൾറെഡി ചില ആളുകൾ രോഗികളായിരിക്കാം ഏതെങ്കിലും രീതിയിൽ. ആ രോഗത്തിൻ്റെതായ അണുക്കൾ മറ്റുള്ളവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് അതിനേക്കാൾ വലിയ ദുരന്തം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഡീകണ്ടാമിനേറ്റ് അണുവിമുക്തമാക്കാനുള്ള ഒരു ഏരിയ കേട്ടോ. പറഞ്ഞപ്പോ ഞാൻ ഡോക്യുമെന്റേഷൻ ഏരിയ ഉണ്ട്. ഡോക്യുമെന്റേഷൻ ഏരിയയും ഉണ്ടാവണം സെപ്പറേറ്റ്. നമ്മൾ PG-യിലൊക്കെ അത് പറയുന്നുണ്ട്. ഡോക്യുമെന്റേഷൻ ഏരിയ എന്ന് വെച്ചാൽ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യാൻ, അത് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. അതും ചിലപ്പോഴൊക്കെ ഉണ്ടാകും, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും വരെ 7 പ്ലാൻ ആക്ടിവേഷൻ ഏരിയ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇനിയും 7 ഉണ്ടെന്ന് തോന്നുന്നത് ഉണ്ടോ? 13 ഉണ്ട്, 6 ഉള്ളൂ ഇനി. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇത്ര വരെ നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, സോ സീ യു അടുത്ത ദിവസം കാണാം. താങ്ക് യു.